നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഥ നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ചിരഞ്ജീവിയായിട്ടുള്ള മഹർഷി, അദ്ദേഹം യുഗങ്ങളായിട്ട് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ നിലനിൽപ്പിനോടൊപ്പം തന്നെ ഉള്ള ഒരാളാണ്. മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പാണ്ഡവർ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് അദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കലിയുഗത്തിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുഗാന്ത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നും യുധിഷ്ഠിരൻ ചോദിക്കുന്നതനുസരിച്ച് മാർക്കണ്ഡേയ മഹർഷി ഉത്തരമായിട്ടാണ് ഇവിടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ബ്രാഹ്മണരുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബഗമഹർഷിയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യുധിഷ്ഠിരൻ വീണ്ടും ചോദിക്കുകയാണ്, ഇനി അങ്ങ് രാജാക്കന്മാരുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ മഹത്വത്തെക്കുറിച്ചിട്ട് അങ്ങ് പറയണം. അങ്ങ് യുഗങ്ങളായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ആളാണല്ലോ, അതുകൊണ്ട് പണ്ട് മുതലേ ഇവിടെ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ടിട്ട് മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഞാൻ ഗുണവാന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ മനോഹരമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ വർണ്ണിച്ചു തരാം. അതെല്ലാവരും നിങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് പറഞ്ഞു. പണ്ട് കുരുവംശത്തിൽ സുഹോത്രൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാനശീലം കൊണ്ടൊക്കെ വളരെയധികം കീർത്തിമാനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാജർഷിമാരെയൊക്കെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ച് തേരിൽ കയറി വരുന്ന സമയത്ത് എതിരെ ഔശീനര വംശത്തിലെ രാജാവായിട്ടുള്ള ശിബിരാജാവ് എതിരെ വരുന്നത് കണ്ടു. അവർ രണ്ടുപേരും കൂടെ ഒരു ഇടവഴിയിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരാൾ മാറിപ്പോയാലേ മറ്റേയാൾക്ക് ആ വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ട് തേരുകളും പരസ്പരം മുഖാമുഖം നിന്നു. അതിനുശേഷം അവർ തമ്മിൽ കുശലാന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം രണ്ടുപേരും മാറിക്കൊടുക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്നത്തെ ധർമ്മം അനുസരിച്ച് ആരാണോ കൂടുതൽ ഔദാര്യവാനും ആരാണോ കൂടുതൽ ദാനധർമ്മിയും ധർമ്മിഷ്ഠനുമായിട്ടുള്ളത് അയാൾക്ക് മറ്റേയാൾ മാറിക്കൊടുക്കണം. പക്ഷേ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് രണ്ടുപേർക്കും തങ്ങളുടെ ഗുണങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. രണ്ടുപേരും തുല്യന്മാരാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ പതിയെ ഒരു സംഘർഷത്തിൻ്റേതായിട്ടൊരു അവസ്ഥ ഉടലെടുക്കുമെന്ന് സംശയം തോന്നിയ നാരദ മഹർഷി അവിടെ ചെന്നു. നാരദ മഹർഷി അവിടെ ചെന്നിട്ട് പറഞ്ഞു, രണ്ട് ദുഷ്ടന്മാർ തമ്മിൽ ഇതുപോലെ തർക്കം പറയുകയാണെങ്കിൽ അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു രസമുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വളരെ ഉദാരശീലനായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഉദാരത കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഒന്ന് താഴ്ന്നു കൊടുത്താൽ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കും എന്ന് പറയും. നിങ്ങളെപ്പോലുള്ള ഉദാരമതികൾ ഇങ്ങനെ പരസ്പരം തർക്കിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ നശിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ താഴ്ന്നു കൊടുക്കണം എന്ന് പറയും. ഇത് കേട്ടിട്ട് കൗരവവംശനായിട്ടുള്ള സുഹോത്രൻ ആ ശിബിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അത്രയും ഉദാരമനസ്കത എനിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങേ വലം വെച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വഴി മാറി ശിബിയുടെ തേരിനെ വലം വെച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നാണ്. ഇത് ആ രാജാവിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത് എന്ന് മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവരോട് പറഞ്ഞു. മാർക്കണ്ഡേയൻ ഇനിയും പറയാൻ പോകുന്നത് നകുഷൻ്റെ പുത്രനായിട്ടുള്ള യയാതിയെക്കുറിച്ചിട്ടാണ്. യയാതി പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ രാജകുമാരനായിട്ട് രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗുരുവിൻ്റെ ആശ്രമത്തിൽ നിന്നും ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, കരാറ് പ്രകാരമുള്ള ധനം എനിക്ക് ദാനമായി വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് രാജാവ് ചോദിച്ചു, എന്ത് കരാറാണ് അങ്ങ് വെച്ചിട്ടുള്ളത്? ആ കരാറ് പ്രകാരം ഞാൻ എന്താണെങ്കിലും അങ്ങക്ക് ദാനം തരാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ അങ്ങയോടൊന്നും യാചിക്കയില്ല. അങ്ങ് എന്താണോ ഇഷ്ടപ്രകാരം തയ്യാറാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നത് അതങ്ങ് തന്നോളൂ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ആരെങ്കിലും യാചിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുഴുവൻ സ്വത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അങ്ങ് യാചിക്കാത്ത സ്ഥിതിക്ക് ഞാൻ അങ്ങേക്ക് 1000 പശുക്കളെ ഞാൻ ദാനം തരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ യയാതി രാജാവ്
ഒന്നും ചോദിക്കാത്ത ആ ബ്രാഹ്മണന് 1000 പശുക്കളെ ദാനം ചെയ്ത് തൻ്റെ ദാനധർമ്മത്തിൻ്റെ പ്രശസ്തി എങ്ങും ഉയർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും മാർക്കണ്ഡേയ മഹർഷി രാജാക്കന്മാരുടെ ഈ ഗുണങ്ങളെക്കുറിച്ചിട്ട് വർണ്ണിക്കുകയാണ്. യുധിഷ്ഠിര വൃഷദർഭൻ എന്നും സേതുകൻ എന്നും പേരായിട്ടുള്ള 2 രാജാക്കന്മാർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചെറുപ്പകാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുമിച്ച് ഒരു ഗുരുവിൻ്റെ കീഴിലായിട്ടായിരുന്നു അവർ അഭ്യാസങ്ങളെല്ലാം നടത്തിയിരുന്നത്. വേദങ്ങളും അസ്ത്രാഭ്യാസവും അവിടെ വെച്ചാണ് നടത്തിയിരുന്നത്. അന്ന് അവിടെ വെച്ചിട്ട് വൃഷദർഭൻ സേതുകൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു, നീ ആരെങ്കിലും ദാനം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അവന് സ്വർണവും വെള്ളിയും അല്ലാതെ വേറൊന്നും ദാനം കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഒരു വ്രതം എടുക്കണമെന്ന് ഉപദേശിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. രണ്ടുപേരും രാജ്യഭാരങ്ങളൊക്കെ ഏറ്റെടുത്തു. ആ സമയത്ത് ഒരു ബ്രാഹ്മണകുമാരൻ അവൻ്റെ വേദാധ്യായനമൊക്കെ കഴിഞ്ഞിട്ട് സേതുകൻ്റെ അടുത്ത് ചെന്നിട്ട് ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചു, ഞാൻ വേദാധ്യായനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഗുരുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 1000 കുതിരകളെ അങ്ങ് ദാനമായിട്ട് തരണം എന്ന് അഭ്യർത്ഥിച്ചു. ഇത് കേട്ടിട്ട് സേതുകൻ പറഞ്ഞു, ബ്രാഹ്മണ, നിൻ്റെ ഗുരുവിന് വേണ്ടിയിട്ട്, നിൻ്റെ ഗുരുദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നും ബാക്കിയിരിപ്പില്ല. അങ്ങ് വൃഷദർഭൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു രാജാവുണ്ട്, എൻ്റെ സുഹൃത്താണവൻ. അവൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അവൻ വളരെ ഉദാരമനസ്കനായിട്ടുള്ള ഒരു രാജാവാണ്. ആരെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന് യാചിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമെന്നുള്ള വലിയൊരു വ്രതവും അവൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സാധുകൻ ഈ ബ്രാഹ്മണകുമാരനെ വൃഷദർഭൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. സേതുകൻ്റെ വാക്ക് കേട്ടിട്ട് ബ്രാഹ്മണൻ വൃഷദർഭൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, രാജാവേ, എനിക്ക് 1000 കുതിരകളെ അങ്ങ് ദാനമായി തരണം, എനിക്കത് ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. വൃഷദർഭൻ ഒരു ചമ്മട്ടി എടുത്തിട്ട് ആ ബ്രാഹ്മണൻ്റെ പുറത്തുനിന്നിട്ട് ആഞ്ഞൊരു അടി കൊടുത്തു. വേദന കൊണ്ട് ആ ബ്രാഹ്മണൻ കിടന്ന് പുളഞ്ഞു. ആ സമയത്ത് ശപിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ബ്രാഹ്മണൻ. പെട്ടെന്ന് രാജാവ് ആ ബ്രാഹ്മണനോട് ചോദിച്ചു, ഭവാൻ ആരെയാണ് ഈ ശപിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്? ചോദിച്ച മുതൽ തരാത്തവനെയാണോ ശപിക്കുന്നത്, അതോ ബ്രാഹ്മണനായിട്ടുള്ള മറ്റു വല്ലവരെയാണോ അങ്ങ് ശപിക്കുന്നതെന്ന് ചോദിച്ചു. കേട്ടിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, രാജാവേ, സാധുകൻ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ വന്നത്, അവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് യാചിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു, മുനിശ്രേഷ്ഠ, അങ്ങ് വൈകുന്നേരം വരെ ഇവിടെ വിശ്രമിച്ചാലും ഇന്ന് കരം കിട്ടുന്ന സ്വർണം മുഴുവനും ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് വലിയൊരു തുകയുണ്ടായിരുന്നു. അത് വലിയ ഒരളവ് സ്വർണമുണ്ടായിരുന്നു. ആ അളവ് സ്വർണം മുഴുവനും ആ ബ്രാഹ്മണന് വൃഷദർഭൻ ദാനമായി കൊടുത്തു. അതുകൊണ്ട് അനേകായിരം കുതിരകളെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ബ്രാഹ്മണന് സാധിക്കുന്ന അത്രയും തുക കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം യുധിഷ്ഠിരനോട് വീണ്ടും മാർക്കണ്ഡേയൻ ശിബിരാജാവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറയുകയാണ്. ഔഷനര വംശത്തിൽപ്പെട്ട വളരെ പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു ശിബി. അദ്ദേഹത്തിൻ്റെ ദാനധർമ്മം വളരെ പ്രശസ്തമാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് കേട്ടറിഞ്ഞിട്ടുള്ള ദേവകൾ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അഗ്നിയും ഇന്ദ്രനും കൂടി വേഷം മാറി അദ്ദേഹത്തിൻ്റെ ദാനധർമ്മത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ആദ്യം അഗ്നി ഒരു പ്രാവിൻ്റെ രൂപത്തിൽ പറന്നു ചെന്നിട്ട് ശിബിരാജാവിൻ്റെ മടിയിൽ ചെന്ന് വീണുകൊണ്ട് അത് മനുഷ്യനെ പോലെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എനിക്ക് അഭയം തരണം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പായിട്ട് പുരോഹിതൻ രാജാവിനോട് പറയും, രാജാവേ, ഇത് ഒരു ദുശകുനമാണ്, ഒരു പ്രാവ് വന്ന് മടിയിൽ വന്ന് വീഴുക എന്ന് പറയുന്നത് ദുശകുനമാണ്, അങ്ങനെ തന്നെ പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ആ പുരോഹിതൻ്റെ വാക്കുകളൊന്നും ചെവിക്കൊണ്ടില്ല. അതിന് പകരം തൻ്റെ മടിയിൽ വന്ന് വീണ പ്രാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ നിനക്ക് സംരക്ഷണം തന്നിരിക്കുക ആണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പ്രാവ് രാജാവിനോട് പറഞ്ഞു, ഞാൻ സാധാരണക്കാരനായിട്ടുള്ള പ്രാവല്ല, ഒരു തപസ്വിയായിട്ടുള്ള ഞാൻ പരകായപ്രവേശം ചെയ്തതാണ് ഈ പ്രാവിൻ്റെ രൂപത്തിലേക്ക്. ഇപ്പോൾ ഒരു പരുന്ത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകെ വരുന്നുണ്ട്, അവനിൽ നിന്നും അങ്ങ് എന്നെ രക്ഷിക്കണം. ഞാൻ വെറുമൊരു പ്രാവല്ല എന്നുള്ള കാര്യം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് എന്നെ ആ പരുന്തിനെ തീറ്റയായിട്ട് വിട്ടുകൊടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. ഉടനെ ഇന്ദ്രൻ പരുന്തിൻ്റെ രൂപത്തിൽ അവിടെ പറന്നു വന്ന് രാജാവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് തോന്നുന്നു, രാജാവ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധർമ്മമാണ്, എൻ്റെ തീറ്റയാണ് അങ്ങ് തടഞ്ഞു വെച്ചിരിക്കുന്നത്, അങ്ങ് അധർമ്മം ചെയ്യരുത്, അങ്ങ് ആ പ്രാവിനെ എനിക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു. അപ്പം ഈ 2 പക്ഷികളും സംസ്കൃതത്തിൽ മനുഷ്യരെ പോലെ സംസാരിക്കുന്ന കേട്ടിട്ട് ശിബിരാജാവിന് അതിയായിട്ടുള്ള അത്ഭുതമായി. ശിബിരാജാവ് ആ
പരുന്തിനോട് പറഞ്ഞു, അഭയം പ്രാപിച്ച് വന്നവനെ കൈവിട്ട് കളയുന്നവൻ ഒരിക്കലും മോക്ഷം കിട്ടില്ല. അവനുണ്ടാവുന്ന കുട്ടികളൊക്കെ പ്രായം എത്തുന്നതിന് മുമ്പ് തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് അങ്ങേയറ്റത്തെ അധർമ്മമാണ്. അതുകൊണ്ട് ഞാനിവനെ അഭയം കൊടുത്തിരിക്കുകയാണ്. ഇവനെ ഞാൻ നിനക്ക് തിന്നാൻ വേണ്ടിയിട്ട് വിട്ടുതരാൻ വേണ്ടിയിട്ട് തയ്യാറല്ല പരുന്ത്. നിനക്ക് എന്താണോ പകരം വേണ്ടത് അത് ഞാൻ ഇവനെ പകരമായിട്ട് തരാം. നിനക്ക് ഒരു കാളയെ കൊന്നിട്ട് അതിൻ്റെ മാംസം മുഴുവൻ വേവിച്ച് ചോറിനോടൊപ്പം നിനക്ക് മിഷ്ടാന്നമായിട്ട് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് തരാം. നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഈ പ്രാവിനെ മാത്രം തരണമെന്ന് നീ എന്നോട് ചോദിക്കരുത്. ഇത് കേട്ടിട്ട് പരുന്ത് പറഞ്ഞു, എനിക്ക് കാളയും വേണ്ട, എനിക്ക് ചോറും വേണ്ട. എനിക്ക് ഇരയായിട്ടുള്ളത് ഈ പ്രാവാണ്. എനിക്ക് ഈ പ്രാവിനെ മാത്രം വിട്ടു തന്നാൽ മതി. വേറെ ഒരു ഭക്ഷ്യവും എനിക്ക് ആവശ്യമില്ല. രാജാവേ, ഇവനെ ദേവന്മാർ എനിക്ക് വിധിച്ചിട്ടുള്ള ഇരയാണ്. അവനെ അങ്ങ് തടഞ്ഞു വെക്കരുത്, അത് അധർമ്മമാണ്. അങ്ങ് അവനെ വിട്ടുതരണം. രാജാവ് ഉടനെ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒരു വലിയ കാളയെ പിടിച്ചുകൊണ്ട് വരൂ. അതിനെ കൊന്ന് കറി വെച്ചിട്ട് ഇവനെ യഥേഷ്ടം ചോറിനോടൊപ്പം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കൂ. എന്നിട്ട് പരുന്തിനോട് പറഞ്ഞു, പരുന്തേ, നീ നോക്കൂ, ഈ പ്രാവ് എത്ര സൗമ്യനാണ്. ഇവൻ നിന്നെ കണ്ടിട്ട് പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ ജീവനെ നിനക്ക് വെറുതെ വിട്ടുകൂടെ? നിനക്ക് പകരമായിട്ട് എന്ത് ഭക്ഷണം വേണമെങ്കിലും ഞാൻ തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. നീ ദയവ് ചെയ്ത് ഇവനോട് ദയവ് കാണിക്കണം. ഞാൻ ഇവനെ അഭയം കൊടുത്തുപോയി. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ വാക്ക് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ വേഷത്തിൽ വന്നിട്ട് പരുന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. അങ്ങ് ഈ പ്രാവിൻ്റെ അത്രയും തൂക്കത്തിലുള്ള മാംസം അങ്ങയുടെ വലത്തെ തുടയിൽ നിന്ന് മുറിച്ചിട്ട് എനിക്ക് തരിക. അത്രയും മാംസം കഴിച്ചിട്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അതിന് തയ്യാറായി. ഒരു ത്രാസ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ പ്രാവിനെ എടുത്തു വെച്ചു. അതിനുശേഷം തൻ്റെ വലത്തെ തുടയിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് മറ്റേ തട്ടിൽ വെച്ചു. പക്ഷേ പ്രാവിൻ്റെ ആ ഭാഗം തന്നെയാണ് താന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇടത്തെ തുടയിൽ നിന്നും മാംസം മുറിച്ചെടുത്തിട്ട് തട്ടിൽ വെച്ചിട്ടു. എന്നിട്ടും ആ പ്രാവിൻ്റെ തട്ട് പൊങ്ങുന്നില്ല. അപ്പോൾ മുറിക്കാവുന്നിടത്തു നിന്നൊക്കെ മാംസം മുറിച്ചെടുത്ത് വേദന സഹിച്ചുകൊണ്ട് അദ്ദേഹം ഈ തട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നിട്ടും പ്രാവിൻ്റെ തട്ട് തന്നെയാണ് താന്നിരുന്നത്. അവസാനം അദ്ദേഹം ചോര ഒലിപ്പിക്കുന്നതിൻ്റെ ശരീരവുമായിട്ട് ആ ത്രാസിൻ്റെ തട്ടിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് പരുന്തിനോട് പറഞ്ഞു, ഞാൻ തന്നെ നിനക്ക് ഈ പരുന്തിന് പകരം എന്നെ ആഹാരമായിട്ട് തരികയാണ്. അഭയം കൊടുത്ത് അവന് പകരം നീ എന്നെ സ്വീകരിച്ചോളൂ. എന്നെ തന്നെ ഞാൻ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ പരുന്ത് രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറന്നുപോയി. ആ സമയത്ത് പ്രാവ് തൻ്റെ സ്വന്തം രൂപത്തിലേക്ക് മാറി. അദ്ദേഹം അഗ്നിദേവൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് ശിബിരാജാവിനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു ധർമാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെപ്പോലെ ദാനശീലനായിട്ടുള്ള ഒരാളെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. നിൻ്റെ ഈ പരീക്ഷയിൽ നീ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിൻ്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങും. നിൻ്റെ ശരീരം ഇനി സ്വർണ്ണ നിറത്തിലും ദൃഢശരീരവുമായിട്ട് കാണപ്പെടും. അതോടൊപ്പം തന്നെ ഒരിക്കലും മാറാത്തൊരു സുഗന്ധം നിൻ്റെ ശരീരത്തിൽ നിന്നും എപ്പോഴും പുറപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് അഗ്നി ശിബിരാജാവിനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും മടങ്ങി. പോകുന്നതിന് മുമ്പായിട്ട് അഗ്നിദേവൻ ഒരു അനുഗ്രഹവും കൂടി ശിബിരാജാവിന് കൊടുത്തു. അങ്ങ് ഈ ലോകത്തിലെ ഏറ്റവും കീർത്തിമാനായിട്ടുള്ള രാജാവായിട്ട് മാറട്ടെ. അതോടൊപ്പം തന്നെ കപോതരോമാവെന്ന് പറയുന്ന ഒരു മകനും അങ്ങേക്ക് ഉണ്ടാവും. അവനും അങ്ങേപോലെ തന്നെ കീർത്തിമാനായിട്ടുള്ള രാജാവായിട്ട് മാറും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ശിബിയുടെ ചരിതമൊക്കെ കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ വീണ്ടും ഈ രാജാക്കന്മാരുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറയണം, കൂടുതൽ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ഞാൻ ശിബിയുടെ മഹാത്മ്യം മനസ്സിലാക്കുന്ന ഒരു കഥ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ മകനായിട്ടുള്ള അഷ്ടകൻ അവനൊരു അശ്വമേധയാഗം നടത്തി. അന്ന് ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാജർഷിമാരായിട്ടുള്ള അഷ്ടകൻ്റെ സഹോദരന്മാരായിട്ടുള്ള പ്രദർദനനും വസുമനസും അതോടൊപ്പം തന്നെ ശിബിരാജാവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അശ്വമേധയാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം അഷ്ടകൻ തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഒരു വിമാനത്തിൽ കയറി തിരിച്ച് യാത്രയാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് വഴിക്ക് വെച്ചിട്ട് അവർ നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷി അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചിട്ട് ആ തേരിലേക്ക് ആനയിച്ചു. ആ തേരിൽ വന്ന് ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിനെ യഥാവിധി പൂജിച്ചതിന് ശേഷം അവർ വീണ്ടും യാത്ര തുടരുന്ന സമയത്ത് അഷ്ടകൻ അതിലൊരു രാജർഷി നാരദ മഹർഷിയോട് പറഞ്ഞു, മഹാത്മാവേ, അങ്ങ് ഉള്ള സ്ഥിതിക്ക്
എനിക്ക് മനസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, നീ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ 4 സഹോദരന്മാരും ഒരേപോലെ യോഗ്യതയുള്ളവരാണല്ലോ. എന്നാലും ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം വരികയാണെങ്കിൽ ആർക്കായിരിക്കും ആദ്യം ഈ തേരിൽ നിന്നും താഴെ ഇറങ്ങേണ്ടി വരുന്നത്? അങ്ങത് പറഞ്ഞു തരേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അഷ്ടകനായിരിക്കും ആദ്യം ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഷ്ടകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ പറയും കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഞാൻ അതിനുള്ള കാരണം പറഞ്ഞുതരാം. ഞാൻ ഒരിക്കൽ അഷ്ടകൻ്റെ ഗ്രഹത്തിൽ പാർത്തിട്ടുണ്ടായിരുന്നു. അവനിനി ഒരു ദിവസം തേരിലേറ്റി ആകാശത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പല നിറത്തിലുള്ള അനേകായിരം പശുക്കൾ അവിടെ മെയ്യുന്നത് കണ്ടു. ഇത് കണ്ടിട്ട് ഞാൻ അഷ്ടകനോട് ചോദിച്ചു, ഈ പശുക്കളൊക്കെ ആരുടെയാന്ന് പറഞ്ഞു. അപ്പോൾ അഷ്ടകൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ ദാനം ചെയ്ത പശുക്കളാണ് മഹാത്മാവേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആത്മപ്രശംസ നടത്തി. അതുകൊണ്ട് അവൻ്റെ ആ ദാനത്തിൻ്റെ പുണ്യം കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവന് ആദ്യം തന്നെ ഈ തേരിൽ നിന്നും ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ആ രാജാക്കന്മാരിൽ ഒരാൾ വീണ്ടും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ആർക്കായിരിക്കും ഇറങ്ങേണ്ടി വരുന്നത്? നാരദ മഹർഷി ആ സമയത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പ്രദർദനനായിരിക്കും ഇറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രദർദനൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് യോഗ്യത കുറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി വീണ്ടും ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരിക്കൽ ഞാൻ പ്രദർദനൻ്റെ ഗ്രഹത്തിൽ നിന്നും നാരദ മഹർഷി കഥ പറയുകയാണ്. ഒരിക്കൽ ഞാൻ പ്രദർദനൻ്റെ ഗ്രഹത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു തേരിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഞങ്ങളെ തടഞ്ഞു നിർത്തി. അതിനുശേഷം അദ്ദേഹം ദാനം ചോദിച്ചു. ഒരു കുതിരയാണ് അദ്ദേഹം ദാനം ചോദിച്ചത്. ആ സമയത്ത് പ്രദർദനൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഞങ്ങൾ കുതിരയെ കെട്ടിയ തേരിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരട്ടെ, അതിനുശേഷം ദാനം തരാമെന്ന് പറഞ്ഞു. അപ്പം ബ്രാഹ്മണൻ നിർബന്ധം പിടിച്ചു, എനിക്ക് അന്നേരം പോരാ, ഇപ്പം തന്നെ തരണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പ്രദർദനൻ തൻ്റെ കുതിരകളിലെ വലതുവശത്തുള്ള കുതിരയെ അഴിച്ച് അവന് ദാനം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ബ്രാഹ്മണൻ മുമ്പിൽ വന്നു, തേര് നിർത്തി. ആ സമയത്ത് പ്രദർദനൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു അശ്വത്തിനെ എനിക്ക് ദാനമായി തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രദർദനൻ പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് ദാനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ആ ബ്രാഹ്മണൻ വീണ്ടും പഴയപോലെ തന്നെ നിർബന്ധം പിടിച്ചു. ആ സമയത്ത് ഇടതുവശത്തുള്ള കുതിരയെ അവൻ അഴിച്ചു കൊടുത്തു എന്നാണ്. അതിനുശേഷം വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ബ്രാഹ്മണൻ വന്നു, ഇതേപോലെ തന്നെ വീണ്ടും അശ്വത്തിനെ ദാനം ചോദിച്ചു. ആ സമയത്ത് ഇതേപോലെ തന്നെ ഞങ്ങൾ പോട്ട് തന്നിട്ട് നിനക്ക് തന്നാൽ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണൻ വീണ്ടും നിർബന്ധം പിടിച്ചു. ആ സമയത്ത് പുറകിൽ അനുഗമിച്ചുകൊണ്ടിരുന്ന ഒരു അശ്വത്തിനെ അവന് ദാനമായിട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുതിരയെ കെട്ടിയ തേരിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നു. അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ തേര് നിർത്തി. വീണ്ടും അവൻ ഒരു അശ്വത്തിനെ ദാനം ചോദിച്ചു. ആ സമയത്ത് പ്രദർദനൻ ആ അശ്വത്തിനെ തിരിച്ചു വന്നിട്ട് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. പോരാ, ഇപ്പം തന്നെ വേണമെന്ന് ബ്രാഹ്മണൻ ഉത്തരം പറഞ്ഞു. അതുപ്രകാരം അന്നേരം തന്നെ ആ ബ്രാഹ്മണന് അശ്വത്തിനെ ദാനം കൊടുത്തു. അതിനുശേഷം അവൻ അശ്വങ്ങൾക്ക് പകരം നിന്നുകൊണ്ട് ആ മുഖം തോളിൽ വലിച്ചുകൊണ്ട് എന്നെയും വെച്ചുകൊണ്ട് അവൻ ആ തേരും വലിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഉള്ളിൽ കുറച്ച് രോഷം വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ ബ്രാഹ്മണർക്ക് യാതൊരു വീണ്ടു വിചാരവുമില്ല, അവർക്ക് ദാനം ചോദിക്കുന്നതിന് യാതൊരു യുക്തിയുമില്ല എന്ന് കുറ്റം പറഞ്ഞു. അങ്ങനെ ഇവൻ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് അവൻ ദാനം ചെയ്തിട്ട് അതിന് കുറ്റം പറഞ്ഞതുകൊണ്ട് അവന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല, രണ്ടാമത് ഇറങ്ങേണ്ടി വരേണ്ടത് അവനായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രദർശനം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ രാജാവേ, അടുത്തതായിട്ട് ഇറങ്ങേണ്ടി വരുന്നത് ആർക്കായിരിക്കും എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ആ തേരിൽ നിന്ന് ഇറങ്ങേണ്ടി വരേണ്ടത് വസുമനസ്സായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്താണ് കാരണം ചോദിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ഇവൻ്റെ ഗൃഹത്തിലും പോയി താമസിച്ചിരുന്നു. അപ്പോൾ ഇവന് മനോഹരമായിട്ടുള്ളൊരു പുഷ്പരഥമുണ്ട്. ആ പുഷ്പരഥത്തെ ബ്രാഹ്മണർ വന്ന് പ്രശംസിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ബ്രാഹ്മണനെ പ്രശംസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഈ തേര് അങ്ങയുടേതാണെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തേര് അവൻ്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ബ്രാഹ്മണർ പ്രശംസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇത് അങ്ങയുടേതാണെന്ന് വീണ്ടും പറഞ്ഞു. മൂന്നാമതൊരു പ്രാവശ്യം കൂടി ഞാൻ ചെന്നതിന് ശേഷം വീണ്ടും ആ തേരിനെ ആൾക്കാർ പ്രശംസിക്കാൻ തുടങ്ങി. അന്നേരം അവൻ തേര് കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അങ്ങയുടേതാണെന്ന് പറഞ്ഞു. അപ്പോൾ ദാനം കൊടുത്തതിന് ശേഷവും ആ വസ്തു അവൻ്റേതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവന് അതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് വസുമനസ്സ നീയായിരിക്കണം ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു.
അതിനുശേഷം വീണ്ടും അവർ ആ തേരിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലെ വസുമനസ് ചോദിച്ചു, ഇനിയും അവസാനം ഒരാൾ ഇറങ്ങേണ്ടി വരുമല്ലോ, ഒരാൾക്കല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇറങ്ങേണ്ടി വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദേവർഷിയായിട്ടുള്ള നാരദൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ രാജർഷിയായിട്ടുള്ള നാരദനെ കഴിഞ്ഞും കൂടുതൽ മഹാത്മ്യം ശിബിക്കുണ്ടെന്നു അവർക്കത് വിശ്വസിക്കാനായില്ല. അപ്പോൾ അതിന് എന്താണ് കാരണം? ശിബിക്ക് എന്താണ് ഇത്രയും പ്രാധാന്യം വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് ഈ രാജർഷിമാർ നാരദനോട് ചോദിച്ചു. അപ്പം വളരെ വിശദമായിട്ട് ആ കഥ നാരദ മഹർഷി അവൻ്റെ സഹോദരങ്ങളോട്, ശിബിയുടെ സഹോദരങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ശിബിയുടെ അത്രയും ദാനത്തിൻ്റെ കാര്യത്തിൽ യോഗ്യനല്ല, അതുകൊണ്ടാണ് ശിബിക്ക് പ്രഥമ സ്ഥാനം കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ കഥ നിങ്ങളുടെ അടുത്ത് പറയാം, സംഭവം ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ശിബിയുടെ അടുത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം ദാനം ചോദിച്ചു. ആ സമയത്ത് ശിബിയെ ചോദിച്ചു, ഞാൻ അങ്ങേക്ക് എന്താണ് ദാനം തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ബ്രാഹ്മണൻ പറഞ്ഞു, നീ നിൻ്റെ മകനായിട്ടുള്ള ബൃഹദ്ഗർഭനില്ലേ, അവനെ അറുത്തിട്ട് പാചകം ചെയ്തിട്ട് ആ മാംസം എനിക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞു. ബ്രാഹ്മണനെ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ശിബി തീർച്ചയാക്കി. അങ്ങനെ തൻ്റെ മകനായിട്ടുള്ള ബൃഹദ്ഗർഭനെ വധിച്ച് അവൻ്റെ മാംസം കൊണ്ട് പാചകം ചെയ്തിട്ട് അത് ചോറിനോടൊപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കലത്തിലാക്കി അതും ചുമന്നുകൊണ്ട് രാജാവ് ഈ ബ്രാഹ്മണനെ തേടി നടന്നു. മകനെ കൊന്ന് അവൻ്റെ മാംസം കറി വെച്ച് അതും തലയിലേറ്റി ആ ബ്രാഹ്മണനെ തിരഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ശിബിരാജാവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവകരെല്ലാവരും കൂടി ഓടി വന്നിട്ട് പറഞ്ഞു, ഭവാനെ, അങ്ങ് തപ്പി നടക്കുന്ന ആ ബ്രാഹ്മണൻ നമ്മളുടെ ഗ്രഹങ്ങൾക്കെല്ലാം തീ വെച്ചിട്ട് അന്തഃപുരത്തിനും തീ വെച്ചു, അവൻ നമ്മളുടെ അശ്വാലയത്തിനും ആനപ്പുരയ്ക്കുമെല്ലാം തീ വെച്ച് എല്ലാം സർവനാശമാക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് രാജാവ് ആ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക്, ഇതൊക്കെ കേട്ടിട്ടും അക്ഷോഭ്യനായിട്ടുള്ള രാജാവ് ആ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതൊക്കെ കേട്ടിട്ടും ശിബിയുടെ മുഖത്ത് ഒരു മാറ്റവും ഉണ്ടായില്ല. മുഖത്ത് ഒരു വ്യത്യാസവുമില്ലാതെ അദ്ദേഹം ആ ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്നിട്ട് ബ്രാഹ്മണനെ ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ പ്രകാരം എൻ്റെ മകനെ വധിച്ച് അവൻ്റെ മാംസം ഞാൻ പാചകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങ് കഴിച്ചാലും എന്ന് പറഞ്ഞിട്ട് അത് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ബ്രാഹ്മണൻ ശിബി പറഞ്ഞു കേട്ടിട്ടും ഒന്നും മിണ്ടാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ആ സമയത്ത് ശിബി വീണ്ടും പറഞ്ഞു, ഭവാനെ, അങ്ങ് പറഞ്ഞ പ്രകാരമുള്ള കറി ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അങ്ങ് അതുകൂട്ടി അന്നമുണ്ടാലും എന്ന് പറഞ്ഞു. അങ്ങനെ തലയും കുനിച്ച് ശിബി അവിടെ ഇരിപ്പായി. ആ സമയത്ത് ഒരു മുഹൂർത്ത സമയം ബ്രാഹ്മണൻ അവിടെ കാത്തിരുന്നു. അതിനുശേഷം ശിബിയോട് പറഞ്ഞു, അത് നീ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാകാം എന്ന് പറഞ്ഞിട്ട് ശിബിരാജാവ് കൈ കഴുകിയിട്ട് വന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ആ സമയത്ത് ആ ബ്രാഹ്മണൻ ശിബിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, മഹാനുഭാവ, അങ്ങ് ക്രോധത്തിനെ ജയിച്ചിരിക്കുന്നു. ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട്, ദാനത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് അങ്ങ് തെളിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ ആ ശിബിയെ ബഹുമാനത്തോടു കൂടിയിട്ട് വണങ്ങി. ഉടനെ ശിബി തലയുയർത്തി നോക്കുമ്പോൾ തൻ്റെ മകൻ പുണ്യമായിട്ടുള്ള ഹാരങ്ങളുമൊക്കെ അണിഞ്ഞ് വളരെ തേജസ്സോടു കൂടിയിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ബ്രാഹ്മണൻ ബ്രഹ്മാവ് ശിബിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വേഷം മാറി വന്നതായിരുന്നു. ആ ബ്രാഹ്മണൻ മറിഞ്ഞതിന് ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന പുരോഹിതരൊക്കെ ചോദിച്ചു, അങ്ങ് എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ശിബി അവരോട് പറഞ്ഞു, കീർത്തിക്ക് വേണ്ടിയിട്ടോ ധനത്തിന് വേണ്ടിയിട്ടോ സുഖം ആഗ്രഹിച്ചോ അല്ല ദാനം ഞാൻ ചെയ്യുന്നത്. ബ്രാഹ്മണർ ചോദിച്ചാൽ ഞാൻ എന്തും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കും. ഇങ്ങനെ ദാനം ചെയ്യുന്നത് പാപം പറ്റാത്ത മാർഗമാണ്. അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകും. ഇങ്ങനെ ശിബിയുടെ മഹത്വത്തെക്കുറിച്ചിട്ട് ഉള്ള കഥ മാർക്കണ്ഡേയൻ പറഞ്ഞു നിർത്തി. ശിബിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ടുള്ള കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പാണ്ഡവർ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ചു, അങ്ങേക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആരെക്കുറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും അങ്ങേക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങ് അവരുടെ മാഹാത്മ്യം പറയണമെന്ന് പറഞ്ഞു. ഇന്ദ്രദ്യുമ്നോപാഖ്യാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാഭാഗമാണ്. അദ്ദേഹം പറയാണ്, മാർക്കണ്ഡേയ മഹർഷി ഇന്ദ്രദ്യുമ്നൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു രാജർഷിയെക്കുറിച്ചിട്ട് ഞാൻ പറയാം.
അദ്ദേഹം പുണ്യം ക്ഷയിക്കാതെ സ്വർഗത്തിൽ നിന്നും താഴേക്ക് വീണു. താഴേക്ക് വീണ അദ്ദേഹത്തിൻ്റെ ഓർമ്മ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ അറിയാമോ, ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഭവാനെ, ഞങ്ങൾ ഒരു സ്ഥലത്തൊരിക്കലും സ്ഥിരമായിട്ട് താമസിക്കാറില്ല. തന്നെയല്ല, ഞങ്ങൾ പുണ്യലോകത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അങ്ങാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഹിമാലയത്തിൻ്റെ മുകളിൽ ഒരു കൂമൻ, ഒരു മൂങ്ങ താമസിക്കുന്നുണ്ട്. പ്രാവാതകർണൻ എന്നാണ് ആ മൂങ്ങയുടെ പേര്. അവൻ എന്നെക്കഴിഞ്ഞും കൂടുതൽ നാൾ ഇവിടെ ജീവിച്ചിട്ടുള്ള ചിരഞ്ജീവിയാണ്. ഒരുപക്ഷെ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങയെക്കുറിച്ചിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രദുമ്നൻ എന്നെയും കൂട്ടിക്കൊണ്ട് ഈ കൂമൻ്റെ അടുത്തേക്ക് ചെന്നു, പ്രാവാതകർണൻ്റെ അടുത്തേക്ക് ചെന്നു. പ്രാവാതകർണൻ്റെ അടുത്തേക്ക് ചെന്ന ഇന്ദ്രദുമ്നൻ എന്നെ അറിയാമോ എന്ന് അവനോട് ചോദിച്ചു. അത് കേട്ടിട്ട് ആ കൂമൻ പറഞ്ഞു, ഞാൻ അങ്ങയെ അറിയില്ല, അങ്ങയെക്കുറിച്ചിട്ട് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല എന്ന് ആ പ്രാവാതകർണൻ എന്ന് പറയുന്ന ആ കൂമൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഇന്ദ്രദുമ്നൻ ആ മൂങ്ങയോട് ചോദിച്ചു, അങ്ങേക്കഴിഞ്ഞും ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുള്ളതായിട്ട് അങ്ങേക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഇന്ദ്രദുമ്നം എന്ന പേരായിട്ടുള്ളൊരു സരസ്സുണ്ട്. അവിടെ നാഡീജംഘൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു കൊക്ക് ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ അവന് അങ്ങേ അറിയാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രദുമ്നൻ എന്നെയും ഈ കൂമനെ എടുത്തുകൊണ്ട് നാഡീജംഘൻ എന്ന് പറയുന്ന ആ കൊക്ക് ജീവിക്കുന്ന സരസിന് അടുത്തെത്തി. അവനോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, അങ്ങേക്ക് എന്നെ അറിയാമോ, എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളെ കഴിഞ്ഞൊക്കെ അധികം ചിരഞ്ജീവിയായിട്ടുള്ള ആ കൊക്ക് പറഞ്ഞു, അങ്ങയെക്കുറിച്ചിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല, അങ്ങയെക്കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മയും എനിക്ക് വരുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രദുമ്നൻ ചോദിച്ചു, അങ്ങേക്കഴിഞ്ഞ് ചിരഞ്ജീവിയായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു, ഈ സരസിൽ അകൂപാരൻ എന്ന് പറയുന്ന ഒരു ആമ ഇതിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവൻ എന്നെക്കഴിഞ്ഞും ചിരഞ്ജീവിയായിട്ടുള്ളവനാണ്. അവനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അങ്ങാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊക്ക് ചെന്നിട്ട് വെള്ളത്തിനടിയിൽ താമസിക്കുന്ന ആ അകൂപാരൻ എന്ന് പറയുന്ന ആമയോട് ചെന്ന് ചോദിച്ചു, അങ്ങയിൽ നിന്ന് ഞങ്ങൾക്കൊരു വിവരം അറിയാൻ വേണ്ടിയിട്ടുണ്ട്, അങ്ങ് ദയവ് ചെയ്തൊന്ന് കരയിലേക്ക് വന്നാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. ഈ അപേക്ഷ കേട്ടിട്ട് അകൂപാരൻ ആ കരയിലേക്ക് ചെന്നു. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ആമയോട്, അകൂപാരൻ എന്ന് പറയുന്ന ആമയോട് ഞങ്ങളെല്ലാവരോടും ചോദിച്ചു, അങ്ങ് ഈ നിൽക്കുന്ന ഇന്ദ്രദുമ്നൻ എന്ന് പറയുന്ന രാജാവിനെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഒരു മുഹൂർത്ത സമയം ആ കൂർമ്മം കണ്ണുകളടച്ച് ധ്യാനനിരതനായി. അതിനുശേഷം അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൻ നടുങ്ങി വിറച്ച് ബോധം കെട്ട് വീഴുമെന്നുള്ള അവസ്ഥയിലേക്കെത്തി. അവൻ വിറയ്ക്കുന്ന സ്വരത്തോടു കൂടിയിട്ട് കണ്ണു തുറന്നിട്ട് പറഞ്ഞു, അവൻ തൊഴുകയോട് കൂടിയിട്ട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തെ അറിയാതിരിക്കുമോ? അദ്ദേഹം ഇവിടെ യാഗശാലയിൽ അനേകം യാഗങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഈ സരസ് തന്നെ ഇദ്ദേഹം ദാനം ചെയ്തതാണ്. ഇദ്ദേഹം ദാനം ചെയ്ത ഗോക്കൾ ചാടിക്കളിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ കുഴിയാണ് ഈ സരസായിട്ട് മാറിയത്. ഇവിടെയാണ് ഇതിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഇവിടെയാണ് ഞാൻ ചിരഞ്ജീവിയായിട്ട് പാർത്തുകൊണ്ടിരുന്നത്. കൂർമ്മം ഇപ്രകാരം പറയുന്ന കേട്ടപ്പോൾ ഇടമുഴക്കം പോലെ ആകാശത്തിൽ നിന്നും ഒരു ദേവരഥം ഇറങ്ങി വന്നു. കൂർമ്മ ഇപ്രകാരം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു ദേവരഥം വരികയും ആ സമയത്ത് ഒരു അശരീരി ഉണ്ടാകുകയും ചെയ്യും. കൂർമ്മം ഇപ്രകാരം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒരു ഇടിമിന്നൽ പോലെ ഒരു ദേവരഥം ആകാശത്തിൽ നിന്ന് വരികയും ചെയ്തു. അശരീരി ഇങ്ങനെ പറഞ്ഞു, ഇന്ദ്രദുമ്ന, നിനക്ക് സ്വർഗം തിരികെ ലഭിച്ചിരിക്കുന്നു, അങ്ങ് ഒരു തിരക്കം കൂട്ടണ്ട, അങ്ങേക്ക് കീർത്തിമാനായിട്ട് വേണ്ടതിലുള്ള സ്ഥാനം ഇവിടെ ലഭിക്കുന്നതാണ്. അങ്ങയുടെ കീർത്തി ഈ ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഗാനം തന്നെ ഇന്നും പ്രശസ്തമാണെന്ന് പറഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷി കീർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനം പാണ്ഡവർക്ക് പാടി കേൾപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് രാജാവ് ആ രഥത്തിൽ കയറാതെ പറഞ്ഞു, നിങ്ങളൊന്ന് കാത്തു നിൽക്കുക, ഞാൻ പോയിട്ട് ഈ ചിരഞ്ജീവികളെ എവിടുന്നാണ് എടുത്തത് അതാത് സ്ഥാനങ്ങളിൽ കൊണ്ട് ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗത്തിനെ അവിടെ വിട്ടിട്ട് കൂമത്തിനെ കൊണ്ടിട്ട് ഹിമോത്സൃംഗങ്ങളിലും എന്നെ യഥാസ്ഥാനം പഴയ ആശ്രമത്തിൽ കൊണ്ടാക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് ആ രഥത്തിൽ കയറി സ്വർഗത്തിലേക്ക് പോയത്.
മാർക്കണ്ഡേയൻ പറഞ്ഞു, ചിരഞ്ജീവിയായിട്ടുള്ള ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പം എന്നേക്കഴിഞ്ഞും ചിരഞ്ജീവിയായിട്ടുള്ള ജീവികൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് പാണ്ഡവർ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഇന്ദ്രദ്യുമ്നെ അങ്ങ് സഹായിച്ച് വീണ്ടും സ്വർഗത്തിലെത്തിച്ചത് എന്തായാലും നന്നായി. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷി അവരോട് പറഞ്ഞു, ഈ ഇരിക്കുന്ന കൃഷ്ണനും ഒരു നൃഗരാജാവിനെ ദുഃഖത്തിൽ നിന്നും അകറ്റി നരകത്തിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. രാജർഷിയായിട്ടുള്ള ഇന്ദ്രദ്യുമ്നന് വീണ്ടും ഇങ്ങനെ സ്വർഗപ്രവേശം കിട്ടിയ കഥകളൊക്കെ കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മഹർഷിയോട് ചില കാര്യങ്ങൾ സംശയങ്ങളായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.